കാടിൻ്റെ ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേനും ഒരു പുലിമുരുകൻ സിനിമയുടെ ഒരു പ്രതീതിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ജീപ്പ് ഇടുന്ന് കിട്ടി. ജീപ്പിൽ പുറകെ തൂങ്ങി പോവാണ്. ഞങ്ങൾ ഉള്ളിലോട്ട് പോകണം നമ്മൾ അമ്പലത്തിൻ്റെ. ഇവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട്, അന്നദാനം. ഞാനിപ്പോൾ കുമളിയിലാണ്. കുമളിയിൽ കേരള തമിഴ്നാട് ബോർഡറിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ ബോർഡിനപ്പുറം തമിഴ്നാട്, ഇതിൻ്റെ ഇപ്പുറം കേരളമാണ്. ഞാനിപ്പോൾ കുമളി വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒരു കാനന ക്ഷേത്രമുണ്ട്. എൻ്റെ പേര് മംഗളദേവി ക്ഷേത്രം എന്നാണ്. മംഗളദേവി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയാണ്. പെരിയാർ ടൈഗർ റിസർവിലൂടെ ഓൾമോസ്റ്റ് ഒരു 14-15 കിലോമീറ്റർ ട്രക്ക് ചെയ്തോ ജീപ്പിലോ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും കയറ്റി വിടത്തില്ല. അപ്പം അവിടെ പോകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം അലക്സ് മോനുണ്ട്. അലക്സ് മോനും ഞാനുകൂടെയാണ് കോട്ടയത്ത് നിന്ന് വണ്ടി ഓടിച്ച് ഇപ്പോൾ കുമളി വന്നിരിക്കുന്നത്. വർഷത്തിൽ ഒരിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടമാസത്തിലെ ചിത്തിര പൗർണമിയുടെ അന്നാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതൊരു കാനന ക്ഷേത്രമാണ്. ആനയും പുലിയും കടുവയും കാട്ടുപോത്തുകളൊക്കെ ഉള്ള കാടിന് നടുവിലൂടെ വേണം നമ്മൾ ഈ ക്ഷേത്രത്തിലൂടെ എത്തിച്ചേരാൻ. പോകുന്ന വഴി നല്ല കിടുക്കൻ വ്യൂസ് ഉണ്ടാവും, നല്ല കാഴ്ചകളുണ്ടാവും കാണാൻ വേണ്ടി. പിന്നെ പറ്റുമെങ്കിൽ നല്ല മൃഗങ്ങളൊക്കെ കാണാൻ പറ്റിയെന്ന് വരും ചിലപ്പം. അപ്പം ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താവും അറിയത്തില്ല. 2 മാർഗ്ഗം നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒന്ന്, നമുക്ക് ഇവിടുന്ന് കുമളി ബസ് സ്റ്റാൻഡിൽ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. അത് നമുക്ക് പെർ ഹെഡ് 150 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ നമുക്ക് സ്വന്തമായിട്ടും ജീപ്പ് വിളിച്ച് പോകാവുന്നതാണ്. 2000 രൂപയാണ് അതിന് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കാൽനടയായിട്ടും അങ്ങോട്ട് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്നപ്പോഴത്തേനും തന്നെ ഇപ്പം 11:30 ഓൾമോസ്റ്റ്. എന്തായാലും പോയി നോക്കാം. അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. ഇത് ഇവിടെ തൊട്ട് അങ്ങ് അറ്റം വരെ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നീളത്തിൽ ആൾക്കാരോട് ക്യൂ നിൽക്കുകയാണ്. ഇത് ജീപ്പിന് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ ക്യൂ ആണ് കാണുന്നത്. ഓ, നമ്മൾ ഇത്രയും അധികം ആൾക്കാരുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തൊരു ആൾക്കാരാണ്. അങ്ങേറ്റം തൊട്ടൊരു ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്ററോളം ക്യൂ നിൽക്കുവാണ്. ആ ക്യൂ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പിന് പോകാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരാണ്. ബാക്കി ആൾക്കാർ കുറേ ആളുകൾ നടന്നു പോകുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് ഇനി വൈകുന്നേരം ആയാലും നമുക്ക് പോകത്തില്ല. 3 മണിക്ക് ശേഷം അങ്ങോട്ട് ആൾക്കാരെ കിടത്തി വിടത്തില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നടന്നു തന്നെ പോവാണ്. ഓൾമോസ്റ്റ് 14-13 കിലോമീറ്റർ ഉണ്ട്. നല്ല വെയിലുണ്ട്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല ടാറിട്ട വഴിയിൽ നിന്ന് ഇതുപോലത്തെ ഒരു പാടമാണോ എന്താണെന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു വഴിയിലോട്ടെത്തി. ഇവിടെ കുറേ കന്നുകാലികളൊക്കെ അവിടെ മേയുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ അവിടെ കാണാം, അവിടെ ഇവിടെയൊക്കെ കാണാം. അപ്പോൾ ഇതുവഴി നടന്ന് ആളുകളെല്ലാം പോകുന്നുണ്ട്. ഇതിലൂടെ മേലോട്ട് കയറി ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അടുത്ത് നടക്കേണ്ട വരുന്ന ചേട്ടന്മാർ പറഞ്ഞ്. അപ്രോക്സിമേറ്റ് 2.5 മണിക്കൂറെന്ന് പറഞ്ഞേ. ഇപ്പോൾ സമയം 12:30, കറക്റ്റ് 12:30 ഒരു 3 മണിയോടുകൂടി അവിടെ ചെല്ലുമെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല കയറ്റമാണ്. ഇതുപോലെ കുറച്ച് നേരം കയറണം. കുറേ തേക്ക് മരങ്ങളൊക്കെ ഇവിടെ ചുറ്റും കാണാം. കാടിൻ്റെ ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ്. കാടിനുള്ളിലോട്ട് പ്ലാസ്റ്റിക്കിൻ്റെ യാതൊരു വസ്തുക്കളും കടത്തിവിടുന്നതല്ല. അതുപോലെ തന്നെ മദ്യവും മറ്റുള്ള ലഹരി വസ്തുക്കളും കാട്ടിലോട്ട് കടത്തിവിടുന്നതല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വസ്തുക്കൾ മാക്സിമം ആൾക്കാർ അവോയ്ഡ് ചെയ്യുക.
മംഗളാദേവി ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ബോബൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്ത ബോബൻ ചേട്ടന് ഒരു ആദ്യം തന്നെയാണ് നന്ദി പറയുന്നു. ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടുള്ള പ്ലേസാണ്. പിന്നെ ഇഷ്ടംപോലെ ജീപ്പുകൾ ആൾക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അത് പ്രൈവറ്റ് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഫോറസ്റ്റുകാരുടെ പ്രത്യേക പെർമിഷൻ എടുത്ത ആളുകൾക്ക് മാത്രമേ വണ്ടിയായിട്ട് ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അവർ നിശ്ചയിച്ചിരിക്കുന്ന വണ്ടികൾ മാത്രമേ ഉള്ളിലോട്ട് പോകത്തുള്ളൂ. അല്ലാതെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും ഉള്ളിലോട്ട് കിടത്തി വിടുന്നതല്ലായിരിക്കും. വൈബെങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊള്ളി സാധനം. സൂപ്പർ ആട്ടോ. അറിയത്തില്ല എത്ര കിലോമീറ്റർ വന്നു. ഓൾമോസ്റ്റ് 3-4 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തു. മേളിൽ ഫുള്ള് മരങ്ങളാണ്. ഇവിടെ ചുറ്റും മരങ്ങളാണ്. അതുകൊണ്ട് ചൂടും കാര്യങ്ങളൊന്നുമില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ ചെക്കിംഗ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അവരിവിടെ ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇവിടുന്ന് ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെയും ഹെൽപ്പ് ഡെസ്കുകളും മെഡിക്കൽ സെൻ്ററുകളൊക്കെ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കേരള സർക്കാരിൻ്റെ മെഡിക്കൽ ടീമിൻ്റെ ക്യാമ്പാണ് കാണുന്നത്. നല്ല രീതിയിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപടി പോലീസുകാരും ഫയർഫോഴ്സ്, ബോംബ് സ്ക്വാഡ്, ആംബുലൻസ്, അല്ലെങ്കിൽ പിന്നെ പ്രാഥമിക മെഡിക്കൽ അസിസ്റ്റൻസുള്ള കാര്യങ്ങൾ, സർവ്വ കാര്യങ്ങളും ഇവിടെ സജ്ജീകരണം ചെയ്യുന്നു. പോകുന്ന വഴിക്ക് കുടിവെള്ളം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒരു കുപ്പി വെള്ളം പോലും കൊണ്ടുപോകാൻ ഇവിടെ സമ്മതിക്കത്തില്ല. പ്ലാസ്റ്റിക് സ്ട്രിക്റ്റ്ലി അവർ പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ്. നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടത്തില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനങ്ങൾ പോലും വന മേഖലയിലോട്ട് കടത്തി വിടത്തില്ല. അതുകൊണ്ട് അവർ സ്ട്രിക്റ്റ്ലി അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഞങ്ങളൊരു 3-4 സ്ഥലത്ത് സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് കടത്തി വിട്ടത്. സോഷ്യൽ മീഡിയയിലൊക്കെ തങ്ങിയിരിക്കുന്ന നമ്മുടെ അരിക്കൊമ്പൻ തിരിച്ച് നമ്മുടെ ഈ പെരിയാർ ഏരിയയിലാണ് വന്നേക്കണേ. ഈ അമ്പലത്തിൻ്റെ താഴെ വശത്തായിട്ടാണ് എത്തിയിരിക്കുന്നതെന്നാണ് ഈ ഫോറസ്റ്റിലെ സാറന്മാർ പറഞ്ഞത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. 1 മണിയായി. ഞങ്ങൾ 1 മണിയായുള്ള സമയത്ത് കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്കൊരു ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇതുണ്ട ഒരു ജീപ്പ് ഇവിടെ പോകുന്നുണ്ട്. ആ ജീപ്പ് പോയി കഴിയുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ പൊടി മേളാ. ഇതൊക്കെ കാണുമ്പോഴത്തേനും ഒരു പുലിമുരുകൻ സിനിമയുടെ ഒരു പ്രതീതിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതാണ് ശരിക്കുള്ള വഴി. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ചെറിയ ഷോർട്ട് എടുത്ത് ഇവിടെ നേരെ അങ്ങോട്ട് അപ്പുറത്തെ വെയിലോട്ട് ചെന്ന് ചാടാൻ പറ്റുന്ന ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആൾക്കാരൊക്കെ മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അവരെ പുറകെ വെച്ച് പിടിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ചൂടത്ത് പോലും 1 മണിയായ സമയം 1 മണിയായിട്ട് പോലും ഞങ്ങൾക്ക് ഒരു ചൂടും ഫീൽ ചെയ്യുന്നതാണ് മെയിൻ സംഭവം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത അന്തരീക്ഷം, നല്ല തണൽ, നല്ല ചെറിയ ഇലയൊക്കെ അടിക്കുന്നുണ്ടോ, ചെറിയ ഇളം കാറ്റ് കാര്യങ്ങളൊക്കെയാണ്. എന്തൊരു ഭംഗിയാടാ. എങ്ങോട്ട് തിരിഞ്ഞാലും ഒരേപോലെ തന്നെ. ഇത് ചുറ്റും എൻ്റെ ചുറ്റുമുള്ള ഏരിയയാണ് കാണുന്നത്. ഇവിടെയൊക്കെ ആനപ്പിണ്ടാണോ നടക്കുന്നത്. എല്ലാ മുക്കിലും കോർണറിലും നമ്മുടെ പോലീസ് അധികാരികളുണ്ട്. സെക്യൂരിറ്റി പർപ്പസും കാര്യങ്ങളൊക്കെ വേണ്ടി അവരൊക്കെ നമ്മളോട് നല്ല രീതിയിലുള്ള കോർപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് വഴികളൊക്കെ പറഞ്ഞു തരികയും നമ്മളെ പല റൂട്ടുകളൊക്കെ പറഞ്ഞു തരികയും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് അവർ നമ്മൾ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. എനിക്കെന്നല്ല, വരുന്ന എല്ലാവർക്കും അതൊരു അനുഭവമാണ്. എല്ലാവർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പം കേട്ടപ്പിൽ ചിലരൊക്കെ അങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസുകളും ഉണ്ട് കേട്ടോ. പോകുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ മുട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ്. ഇത് ഒരു മണ്ണിൻ്റെ തിട്ട് പോലെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. ആ ഏരിയ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അവിടുന്ന് ഷോർട്ട് കട്ട് ആടി തന്നെ അതാണ് മെയിൻ റോഡിലൂടെ തന്നെ കയറി ചെല്ലുവാണ്.
അത് കഴിഞ്ഞിട്ട് ഇനി നോർമൽ വണ്ടി വരുന്ന വഴിയൊക്കെ തന്നെയാണ് പോകാൻ. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഞാൻ അവിടുന്ന് ഇങ്ങനെ വന്നാൽ ഇത്രയോ ഏരിയ ഞങ്ങൾ കവർ ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അലക്സ് മുന്നിൽ ഓരോ തുണികൾ അഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഷർട്ട് ഊരി അവിടെ ചെല്ലുമ്പോഴത്തേനും തുണി ഉണ്ടാവുമോ എന്നിപ്പോൾ സംശയമാണ്. അലക്സ് എങ്ങനെ ഉണ്ടാ? പൊളിയല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് നടക്കാൻ മടിയായിരുന്നു. അലക്സാ നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞേ. നടന്നു വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോകാനേ. കാരണം ഞങ്ങൾ പിന്നിപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇനി ഒരു 9 കിലോമീറ്റർ നടന്നാൽ മതി. ഞങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 കിലോമീറ്ററോളം കിടന്നു ഇങ്ങോട്ട്. ജീപ്പിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇടിച്ച് കുത്തി തിങ്ങി നിറഞ്ഞാണ് ജീപ്പിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വിഷ്വലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരിവിടെ നിർത്തി തരത്തുമില്ല. നമുക്കിത് ഈ വിഷ്വൽ ബ്യൂട്ടിയോ ഈ കാടിൻ്റെ ഭംഗിയും പ്രകൃതി ഭംഗിയും ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീല്. ഇപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് വന്നു. അപ്പം സൂര്യൻ ലൈറ്റൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ഉള്ളിലോട്ട് കയറി വന്നു ഇങ്ങോട്ട്. ഇനി ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 8 കിലോമീറ്റർ കൂടി മുന്നോട്ട് നടക്കണം. നമുക്ക് നടന്നിട്ട് ബോറടിക്കാത്തതിനും മടുക്കാത്തതിനും കാരണം നല്ല ഫ്ലാറ്റ് വഴിയാണ്. ഇതുവരെ അറിയത്തില്ല ഇനി അങ്ങോട്ട് എന്താണെന്ന്. പിന്നെ നല്ല പച്ചപ്പും ഹരിതാപമാണ് നമുക്ക് ചുറ്റും മൊത്തം. പിന്നെ ആണെങ്കിൽ നല്ല ഇളം കാറ്റുണ്ട്, നല്ല തണലുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല തണുപ്പുണ്ട്. നമുക്ക് ചൂട് നമുക്ക് പുറത്ത് അറിയുന്നേയില്ല. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും മടുക്കാത്തത്. നല്ല സൂപ്പർ ഒരു വിഷ്വൽ ബ്യൂട്ടിയുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ ഉണ്ട്. ചില ഫോട്ടോയിലും കലണ്ടറിലും മഴക്കാടുകളുടെയൊക്കെ ഫോട്ടോ കാണുന്ന പോലെ ഫീലാണ്. ഇതുവഴി ഒരു കല്ല് പാകിയ വഴിയിലാണ്. കല്ല് പാകിയ വഴി കൂടിയാണ് ഞങ്ങൾ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് തീർന്നില്ല, പണി തുടങ്ങി. നല്ല ഫ്ലാറ്റ് ആകെ വയ്യെന്ന് പറഞ്ഞപ്പോൾ തന്നെ കയറ്റം തുടങ്ങി. കാണിച്ചു തരാം. ഇനി ഇങ്ങോട്ട് അവിടെ നിങ്ങോട്ട് ചെറിയ കയറ്റം തുടങ്ങിയിരിക്കുകയാണ്. ആൾക്കാർക്ക് ഈസിയായിട്ട് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള കയറ്റമാണ്. ഭയങ്കര കുത്തനായ കയറ്റമല്ല. ആൾക്കാർക്ക് ഈസിയായിട്ട് നമുക്ക് നടന്ന് കയറി പോകാൻ പറ്റുന്നത് അത്രയുള്ള കയറ്റമാണ്. ജീപ്പുകളൊക്കെ ആൾക്കാരെ കൊണ്ട് നേരെ വരിയായിട്ട് പോകുന്നുണ്ട്. ജീപ്പുകളൊക്കെ കുത്തി നിറച്ച ആൾക്കാരെയായിട്ട് ജീപ്പുകൾ കണ്ട വരിയായി കയറി ഉള്ളിലോട്ട് പോവാണ്. നമുക്കിതുവരെ ഒരു മൃഗത്തെ പോലും കാണാൻ ഭാഗ്യം കിട്ടിയില്ല. ഒരു അണ്ണാൻകുഞ്ഞിനെ പോലും കണ്ടില്ല ഇവിടെ കയറിയ. പിന്നെ 100 കണക്കിന് വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിലോട്ട് പോയി കാണും. ഈ ഏരിയയിൽ കാണാൻ ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് ഭാഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും കണ്ടെങ്കിൽ 100 കണക്കിന് ജീപ്പുകളാണ് മണിക്കൂറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്, ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി നടന്നു വരുമ്പോൾ കിട്ടുന്നൊരു കിടിലൻ വ്യൂ ആണ്. ഈ ജീപ്പുകൾ ഇങ്ങനെ പല വളവുകളും തിരിവുകളും ഒക്കെ തിരിഞ്ഞ് വരുന്ന ആ വിഷ്വൽസ് ഒരു ജീപ്പ് ലവറുടെ മനസ്സിനെ വിളിക്കുന്ന വിധത്തിലുള്ള ഒരു വിഷ്വലാണ് ആ കാണുന്നത്. ആ വളവിലൂടെ കാട്ടുവഴിയിലൂടെ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ വരുന്ന ആ വരവ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഹാർഡ് കോർ ജീപ്പ് ലവറാണ്. ഒരു 4x4 ഫാനാണ്. അപ്പം നമുക്കതൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ കൊണ്ട് എടുത്തു പോകും. അങ്ങനെ കുടിവെള്ളം കിട്ടുന്ന സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നല്ല വെള്ളം കുടിക്കാൻ ഇച്ചിരി. ഇവിടെ വരുന്ന ആൾക്കാരെ കൊണ്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് അത് വെള്ളം കുടിക്കണം. അവിടെ കണ്ടോ, അവിടെ ഒരു കാട്ടുപോത്തിൻ്റെ കൂട്ടം വന്നിട്ടുണ്ട്. അവിടെ പോലീസുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും കൂടി അവിടുന്ന് അതിനെ ഓടിക്കാനുള്ള പരിപാടിയാണ്. അത് പൊതുജനങ്ങൾ നടക്കുന്ന വഴിയിലോട്ട് ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു മാക്സിമം അതിന് ഉള്ളിലോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പടക്കം പൊട്ടിച്ചും ശബ്ദം ഉണ്ടാക്കിയും ഒക്കെ അവർ ഇവിടുന്ന് അകത്തി നിർത്തുകയാണ് മൃഗങ്ങളെ. അപ്പോൾ ഇതേ കാണുന്നുണ്ടോ, അവിടെ കാണുന്ന കാട്ടുപോത്തിനെ കാണുന്നുണ്ടോ? അവിടെ കൂട്ടത്തോടെ അവിടെയാണ് നിൽക്കുന്നത്. എവിടെ ആണ്ടാതിക്കുന്നൊരു മുട്ടൻ കാട്ടുപോത്ത്. അയ്യോ, അവർ ഇവിടെ പടക്കം പൊട്ടിച്ചതിനെ ഓടിക്കാനുള്ള പരിപാടിയാണ്. ഇവരാഴ്ചകളോളം പരിശ്രമിച്ചിട്ടാണ് പല മൃഗങ്ങളെയും ഉൾക്കാട്ടുകളിലോട്ട് കയറ്റിവിടുന്നത്. അതല്ലെങ്കിൽ ഇത് പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ വഴിയിലോട്ട് വരികയും തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. പോയോ?
ഇനി അങ്ങോട്ടുള്ള വഴി കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ്, ഭയങ്കര ചെളിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു വണ്ടിക്ക് പോകാനുള്ള ആ വീതി മാത്രമേ ഉള്ളൂ പ്രോപ്പർലി. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആൾക്കാർ നടക്കാൻ പോലും ഉള്ളൊരു വഴിയില്ല. പിന്നെ ആൾക്കാരൊക്കെ സൈഡിൽ കൂടിയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്, താഴെ കൂടിയൊക്കെ ചെളി കൂമ്പയായിരിക്കുകയാണ്. വണ്ടികൾ പോയി, ജീപ്പുകൾ പോയി അവിടെ ചെളി കുഴിയായി. പോകുന്ന വഴിക്ക് ഏതൊരു വലിയ പാമ്പിൻ്റെ പടം പൊഴിച്ചിട്ടുണ്ട്. മൂർഖനാണെന്നാണ് തോന്നുന്നത്, അറിയില്ല ഏതാണെന്ന് അറിയത്തില്ല, മൂർഖനാണെന്ന് തോന്നുന്നു. മുന്നോട്ട് വരും തോറും വഴിയെല്ലാം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ ചെളിയും കല്ലുകളും ഒക്കെയാണ്. ഇഷ്ടംപടി വണ്ടികൾ അതുവഴി ഇതുവഴിയൊക്കെ പോകുന്നുണ്ട്. 100 കണക്കിന് വണ്ടികളാണ് ഈ വഴിയെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ക്ഷേത്രത്തിലോട്ട് ഇനി 7 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇനി ഇവിടെ അങ്ങോട്ട് കയറ്റം തന്നെ ശരണം, നല്ല കയറ്റമാണ് അങ്ങോട്ട് മേലോട്ട്. ഞാൻ വഴി കാണിച്ചു തരാം, അങ്ങോട്ട് പോകുന്ന വഴി കാണിച്ചു തരാം. ഇതാണ് കുത്ത് കയറ്റാണ്. കയറി വരുമ്പോൾ തന്നെ വലിയ ഒരു മരം കാണാം. അതിൻ്റെ ചോട്ടിൽ നിന്നുകൊണ്ട് ഇഷ്ടംപടി ആളുകൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കാട്ടിലൂടെ ഒരു ഷോർട്ട് കട്ട് കിട്ടി. അപ്പോൾ ഷോർട്ട് കട്ട് വഴി മേലോട്ട് പോവുകയാണ്. കയറി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും കയറ്റം, പിന്നെ പൊടി അവസ്ഥ. ഇവിടെ ഒരു പുൽത്തകടുണ്ട്, പുൽത്തകടിൽ പടഞ്ഞിരുന്നു. കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ച് ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം ബാക്കി യാത്ര തുടങ്ങാൻ. അപ്പോൾ 2-5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് തരാം. നേരത്തെ പോയ ജീപ്പുകളൊക്കെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ പകുതി വഴി ആയിട്ടേ ഉള്ളൂ, ഇനിയുണ്ട്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോകണം. ഈ വഴിയൂടെ അപ്പം ഈ വഴിയൊക്കെ ഇവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ ഒഴുക്കാണ് ഇങ്ങോട്ട്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വരുന്നുണ്ട്. അപ്പം ഇവിടുത്തെ വഴിയെല്ലാം വീതി കൂട്ടിയിട്ടുണ്ട്, ഇവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പുല്ലും ചപ്പുകളൊക്കെ വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരു 4-5 കിലോമീറ്റർ ആയിട്ട് ഇതുപോലെ തന്നെ കുത്ത് കയറ്റമാണ്, താഴെ നിങ്ങോട്ടുള്ള കയറ്റമാണ്. ലാൻഡ്സ്കേപ്പ് നമ്മൾ കണ്ടതിലും വളരെ വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പാണ്. ഇപ്പം കയറ്റം കയറുമ്പോൾ വലിയ രസമൊന്നുമില്ല, നല്ലൊരു ടയേർഡാവുന്നുണ്ട്. മേലോട്ട് കയറി വരുന്നത് ചൂട് കൂടുന്നുണ്ട്. പൊടി ഒരു രക്ഷയില്ല, ഭയങ്കര പൊടിയാണ്. പുതിയ വഴിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. മണ്ണ് ഡ്രൈ ആയിട്ട് ഭയങ്കര പൊടിയാണ്. ഓരോ വണ്ടി പോകുമ്പോഴും നമുക്ക് ഭയങ്കര പൊടിയുടെ ഭയങ്കര ശല്യമാണ്. ഈ ഏതാനും കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ, 5 കിലോമീറ്റർ ഇല്ല, തേച്ച് ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ മതി. പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഇതുവഴി പോയിട്ട് അതിലെ ചുറ്റി ആ മലയുടെ മേലിലൂടെ കയറി നമ്മുടെ അമ്പലം ഏകദേശം അവിടെ ആയിട്ടാണ്, ആ ഭാഗത്തായിട്ടാണ് കാണുന്നത്. ആ ഭാഗത്തായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതിലെല്ലാം ആളുകൾ പോകുന്നുണ്ട് അങ്ങോട്ട്. ഇതുകൊണ്ട് ഈ മലയുടെ മേലിൽ കൂടെ എല്ലാം ചെറുതായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. അവിടെ ചെല്ലണം നമുക്ക്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, മാക്സിമം ജീപ്പിൽ തന്നെ വരാൻ ശ്രമിക്കുക. നല്ല ലെങ്ത് ഉണ്ട്, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നടന്നു പോകാൻ പറ്റുന്നവർ മാത്രം നടന്നു വരിക. സ്ത്രീകളൊക്കെ ആണെങ്കിലും സ്ത്രീകളും മാക്സിമം ജീപ്പിൽ തന്നെ വരാൻ. നന്നായിട്ട് നടക്കാണ്ട് ഓൾമോസ്റ്റ് റീച്ച് ആറായി. ഇനി 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. നാട് ഇതിൻ്റെ ആംബിയൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നടന്നു തന്നെ വരണം. നല്ല വെർത്താണ്, എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നടക്കാനുണ്ട് നന്നായിട്ട്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ നമുക്കൊരു ജീപ്പ് ഇവിടുന്ന് കിട്ടി. ജീപ്പിന് പുറകെ തൂങ്ങി പോവാണ്. ഇച്ചിരി റിസ്ക് എടുത്തുള്ള പരിപാടിയാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും.
തൂവി പോകാണ്. നല്ല കട്ടറാണ്. നേരെ ഒന്ന് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. ഇവരൊക്കെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ വണ്ടി നിറച്ച് ചേട്ടന്മാരുണ്ട് ഇവിടെ. നല്ല ഐഡിയ കുട്ടനെ ഓൾമോസ്റ്റ് മേളിൽ വന്ന് വണ്ടികളുടെ ബഹളമാണ് ഇവിടെയൊക്കെ. റോഡാണ്. രണ്ട് സൈഡിലും കൊക്കയാണ്. നടുക്കൂടെയാണ് വഴി. അതിലൂടെയാണ് ജീപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊക്കയാണ്. ആ സൈഡിലോട്ടും കൊക്കയാണ് കാണുന്നത്. ഇതാണ് വഴി. ഈ സൈഡിലും കൊക്കയാണ്. കാണിച്ചു തരാം. പിന്നെ താഴെ തമിഴ്നാടിൻ്റെ ആന്ധ്രാപ്രദേശൊക്കെ കാണാം സൈഡിൽ. നമ്മളിനി അങ്ങോട്ടാണ് കയറി ചെല്ലുന്നത്. വഴി ഫുള്ള് ബ്ലോക്കാണ് വഴിയെല്ലാം. രണ്ട് സൈഡ് ആൾക്കാരും ഒരു സൈഡ് ജീപ്പും. ഒന്നും പറയണ്ട. ഇത്രമാത്രം ആൾക്കാർ ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഇവരാൾക്കാർ എവിടെയും കയറി വന്നപ്പോൾ തന്നെയാണ് ഇത്ര ആൾക്കാർ ഉണ്ടായിരുന്നത് തന്നെ. എൻ്റെ പുറകിൽ കാണുന്ന പുറകിലത്തെ സീനാണ് കാണുന്നത്. കുറേ ജീപ്പുകളൊക്കെ ചകാന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന ജീപ്പുകൾ അതേ പോകുന്നതാണ് അങ്ങോട്ട്. ഏറ്റവും ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് അവസാനം ഞങ്ങൾ ഏറ്റവും മേളിലെത്തി. കഷ്ടപ്പെട്ട് അതിൻ്റെ മേളിൽ വന്നേക്കുവാണ്. മേളിൽ വന്നപ്പോഴത്തേനും ഒടുക്കത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വ്യൂ ആണ്. പിന്നെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? എങ്ങനെയുണ്ടാ? മേളിൽ വന്ന് പവർ മോനെ, പവർ. താഴോട്ട് നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ കിടുക്കൻ വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. താഴോട്ടുള്ളത് താഴെ കാണാം. അവിടെ കോട കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തെളിഞ്ഞ് കാണാത്ത ഒരു കിടുക്കൻ ഡാമോടെ കാണാം. നമ്മുടെ തേക്കടി ഡാമാണ് കാണുന്നത്. പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വ്യൂ ആണ്. പിന്നെ ക്ലൈമറ്റ് വെയിലൊക്കെ പോയി നല്ലൊരു മൈൻഡൊക്കെ ഫ്രഷ് ആയിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ക്ലൈമറ്റാണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് എൻ്റെ ടോപ്പിൽ. അത് ഉപയോഗിക്കുന്നുണ്ടോ അറിയത്തില്ല. അത് മുഴുവൻ ഓട്ടയും ഹോൾസൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എനിക്കറിയത്തില്ല വിഷ്വൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നല്ല അവിടെ ഇവിടെയൊക്കെ കോട കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെറിയൊരു അരുവി പോലെ സംഭവം അവിടെയുണ്ട്. അവിടെ ഒരു ചെറിയൊരു വെള്ള കളർ കാണുന്നൊരു അരുവി പോലെ അവിടെയുണ്ട്. പിന്നെ ഇതാണ് വ്യൂ എടുത്തത്. അപ്പോൾ ഇതാണ് ആ ടെമ്പിളിലോട്ട് പോകുന്ന വഴി. ഇത്രയും ജനങ്ങൾ വരുന്നതെന്ന് അറിയാം. എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇതിന് ഉള്ളിലോട്ട് പോകണം. നമ്മൾ അമ്പലത്തിൻ്റെ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്യോ എന്നറിയത്തില്ല. പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകുന്ന ഉറപ്പാണ്. നിന്ന് നനയേണ്ട വരും ഇവിടെ വന്നിട്ട്. മഴക്കാറുള്ളതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ്. നമുക്കിവിടെ ചൂടും കാര്യങ്ങളൊന്നുമില്ല. നല്ല കാറ്റാണ്. നല്ല രസമാണ് ഇപ്പോൾ നിൽക്കാൻ. അപ്പോൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഉള്ളിലോട്ട് കിടന്നു നോക്കാം നമുക്ക്. 1500 മുതൽ 2000 വർഷം വരെ പഴക്കമുള്ള ഈ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തെ ചൊല്ലിയുള്ള അവകാശ തർക്കം ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ തുടങ്ങിയതാണ്. 1979 തമിഴ്നാട് മുഖ്യമന്ത്രി MGR ഇവിടെ ഒരു ഹെലിപ്പാഡ് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലിയായിരുന്നു ആദ്യം തർക്കം തുടങ്ങിയത്. ആ തർക്കത്തെ ചൊല്ലി ഒരു സർവേ നടന്നു. സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രം കേരളത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം 1990കളുടെ തുടക്കത്തിൽ കരുണാനിധി അധികാരത്തിൽ വരികയും അദ്ദേഹം ഇവിടെ കോടികൾ മുതൽ മുടക്കി ഒരു പുനരുദ്ധാരണ പരിപാടികൾ ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പോൾ വീണ്ടും ഈ തർക്കങ്ങൾ ഉയർന്നു. അതിനുശേഷം ഈ ക്ഷേത്രം കുറേ നാളുകളോളം അടച്ചിട്ടിരിക്കുകയായിരുന്നു.
അതിനുശേഷം രണ്ട് സംസ്ഥാനങ്ങളും ചേർന്ന് ഇവിടെ വർഷത്തിലൊരിക്കൽ പൂജ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു. ഇത് കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും സമന്വയിച്ച് നടത്തുന്നൊരു പരിപാടിയാണിത്. വർഷത്തിലൊരിക്കൽ രണ്ട് സംസ്ഥാനങ്ങളും സമന്വയിച്ച് മേടമാസത്തിലെ ചിത്തിര പൗർണമിയുടെ അന്ന് ഒരു ദിവസം മാത്രം ദൈർഘ്യമുള്ള ഒരു ഉത്സവം, ആനയും അമ്പാരിയും ഒന്നുമില്ലാത്തൊരു ഉത്സവം നടത്താനുള്ള ഒരു അവസരം പൊതുജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുകയും അതേ തുടർന്ന് എല്ലാ വർഷവും ഈ ഉത്സവം നടന്നു വരികയും ചെയ്തു. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. സ്വന്തമായിട്ടൊരു പ്രതിഷ്ഠയില്ലാത്ത ഈ അമ്പലത്തിൽ കമ്പത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രതിഷ്ഠ വെച്ചാണ് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ശിവനാണ് ഇവിടുത്തെ ദൈവം. ഉപചാരമൂർത്തിയായി കണ്ണകി ദേവിയും ഉണ്ട്. നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്ന കൊള്ളയും കൊലയും യുദ്ധവുമൊക്കെയാണ് ഈ ക്ഷേത്രത്തിന് ഈ നിലയിലാക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ആരും കാണാതെ കിടന്ന ഈ ക്ഷേത്രം പൂഞ്ഞാർ രാജവംശത്തിൻ്റെയും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും അധീനതയിലായിരുന്നു. ഇവിടേക്ക് എത്തിച്ചേരാൻ നമുക്ക് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് കുമളിയിൽ നിന്ന് വനപാതയിലൂടെ നമുക്ക് എത്താൻ ഇങ്ങോട്ട്, മറ്റൊന്ന് തമിഴ്നാടിൻ്റെ ലോവർ ക്യാമ്പ് തേനിയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 7 കിലോമീറ്ററോളം നടന്നു വേണം നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് എത്തിച്ചേരാൻ. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കണ്ണകിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ്. കണ്ണകിയുടെ ഭർത്താവിനെ മഹാറാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന കാരണത്താൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ആ വധശിക്ഷയിൽ മനംനൊന്ത കണ്ണകി സ്വന്തം ഭർത്താവിനെ വധിച്ച രാജാവിൻ്റെ സദസ്സിൽ പോയി കണ്ണകി സ്വന്തം ചിലമ്പ് വലിച്ചെറിഞ്ഞ് ഈ രാജ്യം കത്തി നശിക്കും ചാമ്പലായി പോവും എന്ന് ശപിക്കുകയും അവളുടെ ചിലമ്പ് രാജസന്നിധിയിലൂടെ വലിച്ചെറിഞ്ഞിട്ട് മധുരാനഗരം ഉപേക്ഷിച്ച് അവൾ പോവുകയായിരുന്നു. അവിടുന്ന് കണ്ണകി മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു വേങ്ങ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അവിടുന്ന് കരയുകയും ചെയ്തതായി ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നു. വൃക്ഷത്തിന് ചുവട്ടിലിരുന്ന കണ്ണകിയെ കണ്ട പ്രദേശവാസികൾ അവരുടെ കുലദൈവമായി കണ്ണകിയെ വാഴ്ത്തപ്പെടുകയായിരുന്നു. ചേര സാമ്രാജ്യത്തിൻ്റെ രാജാവായ ചേരൻ ചെങ്കുട്ടുവൻ കണ്ണകിയെ അവിടെ കുലദൈവമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം. പ്രസാദം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പ്രസാദം എടുത്ത് എന്താണെന്ന് പോയി നോക്കാം. പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട്, അന്നദാനം. ഇതെന്നാ കറിയാണ്? ഊറുക. അത് സാപ്പാടാ? തക്കാളി സാദം. ഓക്കെ. വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഏരിയ എല്ലാം വലിച്ചു വരട്ടേക്കാണ്. ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം ഇതൊന്നും നോക്കണം എന്നുള്ള കാര്യമൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ മംഗളാദേവിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ മംഗളാദേവിയുടെ മണ്ണിൽ നിന്ന് ഞങ്ങളിവിടുന്ന് തിരിച്ച് ഞങ്ങളുടെ നാട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെയുള്ള ബെൽ ബട്ടൺ ഒന്നുകൂടി അമർത്തരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളോട് എത്തുന്നതായിരിക്കും. മറ്റൊരു കിട്ടിക്കൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.